സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും കമന്റ് ചെയ്ത് എന്താ സർപ്രൈസ്, നിങ്ങൾ ഇവിടുന്ന് പോവുകയാണോ, നാട്ടിലേക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോവുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് എന്നും വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഇതും സന്തോഷത്തിന് കുറവൊന്നുമില്ല, പക്ഷെ അതിൻ്റെ കൂടെ ചെറിയൊരു വിഷമം എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കറിയാം, അലിക്കാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ബാൽക്കണി ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ട്, നമ്മൾ ഇവിടുന്ന് എല്ലാ സാധനങ്ങളൊന്നും എന്താ പറയുക, ഇങ്ങനെ മണ്ണൊന്നും വെക്കുന്നില്ല, എല്ലാം എടുത്ത് കളയുകയാണ്, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും കമന്റ് ചെയ്ത് എന്താ സർപ്രൈസ്, നിങ്ങൾ ഇവിടുന്ന് പോവുകയാണോ, നാട്ടിലേക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെന്റിനോട് ബൈ ബൈ പറയാൻ സമയമായി. പക്ഷേ നാട്ടിലേക്കല്ല കേട്ടോ, നമ്മൾ വേറൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറാണ്. അപ്പോൾ ഇത് ശരിക്കും വിചാരിച്ച കമ്പനി തന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ പോകുന്നതും അവിടെ നിന്ന് തരുന്ന വേറൊരു അപ്പാർട്ട്മെന്റിലേക്കാണ്. അപ്പോൾ പക്ഷേ കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വേറൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറിയത്. കാരണം എൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞങ്ങളുടെ കിച്ചൺ തീരെ ചെറുതാണ്, എനിക്ക് മാത്രം നിന്ന് കുക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലിമിറ്റേഷനുണ്ട്. എപ്പോഴും ഇച്ചാനില്ലാതെ എനിക്ക് ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇച്ചാനുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിന്നിട്ടാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആകെ കൂടെ ഒരു അടുക്കള മാത്രമായിട്ട് ഞങ്ങൾക്ക് മെയിനായിട്ടൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഒരുപാട് വലുതല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതൊരു അപ്പാർട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുതി എന്നാൽ അങ്ങോട്ട് മാറിയേക്കാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടറിയാം, ഫുൾ ഇങ്ങനെ കാലിടിച്ച് ഇരിക്കുന്നത്. ഞങ്ങളൊരു 90% സാധനങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക്. അപ്പോൾ ഇനി ബാക്കി സാധനങ്ങളും കൂടെ ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അറിയാലോ, ഒരു വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ 3-4 പ്രാവശ്യമായിട്ട് സാധനങ്ങളൊക്കെ മാറ്റി അവിടെ കൊണ്ടുപോയി 90% സാധനങ്ങൾ അവിടെ എത്തിച്ചിട്ടുള്ളൂ. അതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് 1 മുതൽ അതൊന്നും ശരിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇനി ഒരു 10-15 ദിവസത്തേക്ക് നല്ല എന്താ പറയുക, നമുക്ക് നിലത്തിരിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പണിയുള്ള സമയമാണ് ഇനി കുറച്ച് ദിവസത്തേക്ക്. അതിൻ്റെ കൂടെ നമുക്ക് ഈ അപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്നെല്ലാം മൂവ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യണം, അവിടെ പോയി അത് അതെല്ലാം ഇവിടേക്ക് അതും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് ഞാൻ കുറച്ച് ദിവസത്തേക്ക്. അതുകൊണ്ട് ഇനി റെഗുലറായിട്ട് ഞാൻ സാധാരണ ഇപ്പം നാട്ടിലെ സമയം വെച്ചിട്ടാണെങ്കിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് എൻ്റെ വീഡിയോസ് വരാറുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ആ ഒരു എന്താ പറയുക, ആ ദിവസങ്ങളിൽ എനിക്ക് റെഗുലറായിട്ട് കുറച്ച് നാളത്തേക്ക് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ മാക്സിമം ശ്രമിക്കാം. അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഓരോ സാധനങ്ങൾ മാറ്റി തുടങ്ങിയപ്പോഴാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഈ വീട്ടിലുണ്ടെന്ന് മനസ്സിലായത്. നമുക്ക് ഫർണിച്ചറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷെ അല്ലാതെ തന്നെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ, അത്ഭുത സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കിലാണ് ഞാൻ. അപ്പോൾ അതും കൂടെ അറിയിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈസി കുക്കിംഗ് ആയിരിക്കും. പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി ഒന്ന് വിശപ്പടക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു റെസിപ്പി പോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നും അധികം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വരും എൻ്റെ വീഡിയോസിന് എന്ന് ഞാൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകാമെന്ന് കരുതി. ശ്രമിക്കാം കേട്ടോ ഇടാനായിട്ട് പറ്റുന്നത്ര. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കണ്ടു നോക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് പണികൾ തിരക്കൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് നമ്മുടെ ഹോട്ട് ഡോഗ് ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ മുട്ടയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇവിടുന്ന് അടുത്ത വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് പിന്നെ അത് അവിടെ എത്തുമ്പോഴേക്കും അവസാനം ചീത്തയായി പോകത്തില്ലേ.
അപ്പോൾ ഞാൻ കുറച്ച് ആ ഒരു ഹോട്ട് ഡോഗ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, അതേപോലെ തന്നെ മുട്ട ഒന്ന് ചിക്കി എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് ഓൾറെഡി അപ്പുറത്തെ വീട്ടിലെത്തിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ നാടൻ സാധനങ്ങളും അരിപ്പൊടി, പുട്ടുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളവിടെ എത്തിച്ചു. കാരണം നമുക്ക് അതൊന്നും ഇവിടെ അത്ര അത്യാവശ്യമുള്ള സാധനങ്ങളായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നോക്കിയിട്ട് അതൊക്കെ മാറ്റിയാലും അപ്പം, പുട്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകത്തില്ല. എല്ലാം ഒന്ന് ഓർഡറായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പഴയ പോലെ നമ്മുടെ കുക്കിങ്ങൊക്കെ തുടരാനായിട്ട്. അപ്പോൾ അതുവരെ ചിലപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വരത്തില്ല. നല്ല തിരക്കൊക്കെയാണ്, നമുക്ക് പാത്രങ്ങളൊന്നുമില്ല, സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വേഗം ഫുഡ് ഓർഡർ ചെയ്യുമല്ലോ, ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കേണ്ട വരും. പിന്നെ പ്രശ്നം ഈ പറഞ്ഞ പോലെ പാത്രങ്ങൾ പലതും അവിടെയായിരിക്കും, അല്ലെങ്കിൽ സാധനങ്ങൾ അവിടെയായിരിക്കും. എല്ലാമൊക്കെ ഒന്ന് ഓർഡറായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാമെന്ന് കരുതി. പക്ഷേ ചായ അത് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചായപ്പൊടി നോക്കിയത് മാറ്റി എടുത്തു വെച്ചു. കാരണം രാവിലെ ചായ കുടിക്കാതെ രക്ഷയില്ലാത്തതായിരുന്നു. അപ്പോൾ ഇതിനൊപ്പം മുട്ട ചിക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. തിരക്കിൻ്റെ ഇടയിൽ ഇത് തന്നെ ഉണ്ടാക്കിയെടുക്കാനും അതിനൊക്കെ തന്നെ സമയം വളരെ കുറവാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടേക്കാണ് ഇവിടെ. ഞങ്ങൾ ഒന്നിൻ്റെ തന്നെ കവർ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, TV, ഓവൻ എല്ലാത്തിൻ്റെ കവർ സൂക്ഷിക്കുന്നുണ്ട്. ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് തുടങ്ങുമെന്ന് എനിക്കറിയാവുന്നത് ഇത്രയൊന്നും അല്ലാട്ടോ. ഇതിൻ്റെ പകുതി സാധനങ്ങൾ ഓൾറെഡി ഞങ്ങൾ ആ വീട്ടിലേക്ക് മാറ്റി, ബാക്കി ഇനി കൊണ്ടാനുള്ള സെക്ഷനായിരുന്നു. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് മാത്രമാണ് കേട്ടോ മാറിയിട്ടുള്ളൂ. ഇറ്റലി വിടുന്നില്ല, മിലാൻ വിടുന്നില്ല, മിലാനിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രോപ്പർ മിലാൻ ടൗണിൻ്റെ ഉള്ളിലല്ല, കുറച്ചുകൂടെ ടൗണിൽ നിന്ന് മാറി, എന്നാൽ മിലാൻ്റെ ഉള്ളിൽ തന്നെയായിട്ടാണ് താമസിക്കാൻ പോകുന്ന. സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കരുതി പാസ്ത കഴിക്കാമെന്ന്, അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരും. അപ്പോൾ ഇതിനു മുമ്പ് പലതവണ പാസ്ത റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് സമയമൊക്കെ ഉണ്ടെങ്കിൽ സോസ് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കും. അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് സോസ് വാങ്ങിക്കാൻ കിട്ടും. പല പല വെറൈറ്റി ടൈപ്പ് എന്താ പറയുക സോസുകൾ നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പാസ്ത ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതേപോലെ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ സോസിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാസ്ത കുക്കിങ്ങിനും ഇപ്പം നമ്മുടെ ചോറ് വേവിക്കുന്ന പോലെ തന്നെ കുറച്ച് പാകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആ ഒരു കവറിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എത്ര മിനിറ്റ് വേവിക്കണം, അത്രയും മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ സോസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ പെസ്തോ എന്നാണ് പറയുന്നത്. അതിൻ്റെ തന്നെ നമ്മുടെ ഹേസൽനട്ടും ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള അത്യാവശ്യം റിച്ച് ആയിട്ടുള്ളൊരു ക്രീമാണ്. നമുക്ക് ഇതിനകത്ത് സ്പെഷ്യൽ നമ്മൾ ചീസൊന്നും ആഡ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ അത്യാവശ്യം ഹെവിയാണ്. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുള്ളെങ്കിൽ പോലും അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞൊരു ഫീല് തരുന്ന ഒരു സോസാണ്. ഇനി പാസ്ത അങ്ങ് വേവിച്ചിട്ട് നമ്മുടെ ഈ സോസിലേക്ക് മിക്സ് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ, എളുപ്പപ്പണിയല്ലേ. ഇതാകുമ്പോൾ അധികം പാത്രങ്ങളൊന്നും നിരത്താതെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നാടനല്ലാതെ വെറൈറ്റി ഫുഡിൻ്റെ റെസിപ്പീസൊക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കാണിക്കാം കേട്ടോ. കാരണം എനിക്ക് കുറച്ച് സാവകാശം വേണം. മാക്സിമം സ്പീഡിൽ ഞങ്ങളെല്ലാം റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അറിയാലൊന്നും, വീട് മാറാന്ന് പറഞ്ഞാൽ നല്ല മെനക്കേട്ടുള്ള പണി തന്നെയാണ്. അപ്പം കുറച്ചുകൂടെ സൗകര്യമുള്ള വീടാകുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്ക് താമസിക്കാനൊക്കെ ആണെങ്കിലും സൗകര്യം കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാറാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതാ നമ്മുടെ പാസ്ത റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് അരിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ ഫുഡ് മാത്രം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുത്തു പോകും. അപ്പോൾ ഒന്ന് ചോറും ഇച്ചിരി മുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ആണെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ലഞ്ചും റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ തട്ടിക്കൂട്ട് ലഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ കഴിക്കാൻ നല്ലതാണ്. സ്ഥിരം പാസ്ത ഒക്കെ കഴിക്കാനുള്ള ഇഷ്ടമുള്ള ആൾക്കാരൊന്നുമല്ല ഞങ്ങൾ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ നാടൻ ഭക്ഷണം അല്ലാതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെയൊക്കെ പാസ്തയൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് കഴിക്കാറുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ചാൽ ഇനി നമ്മൾ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ, പുതിയ കിച്ചണിൽ, പുതിയ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ വരിക. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.
വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.